ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് കട്ട് പീസിലാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മെയിൻ ക്ലോത്തിനായിട്ട് നമ്മളിവിടെ ക്രേപ്പിന്റെ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. അതാണിത്. ലൈനിങ്ങിന് കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രേപ്പിന്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ ലൈനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് തികയത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കോട്ടൺ ക്ലോത്ത് എടുക്കുന്നത്. നമ്മൾ ബോഡി പാർട്ടിൽ മാത്രമാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അത് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ബോഡി പാർട്ടിൽ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടു. ഇവിടെ ഞാൻ ലെവലാക്കി ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ലൈനിൽ നിന്ന് താഴേക്ക് 8.5 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. രണ്ടറ്റത്ത് 8.5 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. മടക്കുവശത്ത് നിന്ന് ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ട്രാപ്പിന്റെ 2.5 ഇഞ്ച് വിട്ടതിന് ശേഷം ആംഹോളിന്റെ ലെങ്ത് 2.5 ഇഞ്ച് ബാലൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആംഹോളിന്റെ ലെങ്ത് 5 ഇഞ്ചാണ് വരേണ്ടത്. നമ്മൾ സ്ട്രാപ്പിന് 2.5 ഇഞ്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ബാലൻസ് 2.5 ഇഞ്ചാണ് ആംഹോളിന്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി ചെസ്റ്റ് റൗണ്ടിന്റെ 4 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 7.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നെക്ക് വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ലൈനിൽ നിന്ന് താഴേക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ചാണ് വേണ്ടുന്നത്. നമ്മൾ ബാലൻസ് 2.5 ഇഞ്ചിന്റെ ബാലൻസ് ഇവിടെ നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്ക് വിട്ട് മാർക്ക് ചെയ്തതിന്റെ ബാലൻസ് ഷോൾഡറിന്റെ അവിടെ നിന്ന് എത്രയുണ്ടോ അതിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തു. ആ പകുതിയിൽ നിന്ന് നമ്മൾ കർവ് ചെയ്ത് നെക്കിന്റെ അവിടത്തേക്കും ആംഹോളിന്റെ അവിടേക്കും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്തു. ഇനി വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ 7.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി ആ 2 പോയിന്റുകളും ചേർത്ത് ഇതുപോലെ വരച്ചെടുത്തു. 1/2 ഇഞ്ച് കർവ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് വെച്ച് ഇനി നമുക്ക് ബാക്കിലേക്കും ഉള്ളത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിലേക്കുള്ളതും കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാലൻസ് ഉള്ള പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടു കറക്റ്റ് ആ ലെവലിൽ ആ ഫോൾഡ് വശത്തോട് ചേർത്ത് ഇതുപോലെ ഇട്ട് നമുക്ക് ആ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ബോഡി പാർട്ടിന് വേണ്ടുന്ന ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള പീസാണ്. അതുകൊണ്ട് ലെവലായിട്ടുള്ള പീസൊന്നുമില്ല. ഇവിടെ കട്ട് ഇത് ബാലൻസ് വന്നിട്ടുള്ള പീസാണ്. അതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കുവാണ്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുവാണ്. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതുകൊണ്ട് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസ് കട്ട് ചെയ്ത് ഇനി ബാക്കിലേക്കുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ബാക്കിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മളിവിടെ കട്ട് പീസ് ഉപയോഗിച്ച് കറക്റ്റ് ലെവലിലല്ലാത്ത പീസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടുന്ന പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്രീം കളർ കൂട്ടത്തെ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത് സ്ട്രാപ്പിനായിട്ട്. നമുക്ക് സ്ട്രാപ്പിന് 2.5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് 2.5 ഇഞ്ച് ബാക്കിലേക്കും വരും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 2.5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് 2.5 ഇഞ്ച് ബാക്കിലേക്ക് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 6 ഇഞ്ച് ലെങ്തിൽ വരുന്ന പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്.
നമ്മളിവിടെ 2.5 ഇഞ്ച് വീതി വരുന്ന സ്ട്രാപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വീതി വരും. നമ്മളിവിടെ 2.5 ഇഞ്ച് വീതിയിലുള്ള 2 ക്ലോത്ത് കട്ട് ചെയ്ത് 6 ഇഞ്ച് ലെങ്തും 2.5 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തു, പിന്നീട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്ട്രാപ്പിനുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു, അതിൻ്റെ അടുത്തേക്ക് അടുത്ത സൈഡും ഫോൾഡ് ചെയ്തു, പിന്നീട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബോഡി പാർട്ട് ഈ സ്ട്രാപ്പ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രാപ്പ് വെച്ചെടുക്കുക. ഷോൾഡറിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എവിടെയാണ് സ്ട്രാപ്പ് വെക്കേണ്ടത്, അവിടെ വെച്ച് 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ് ക്ലോത്തിൻ്റെ ഇടയിലായിട്ട് നടുക്കായിട്ടാണ് നമ്മൾ ആ സ്ട്രാപ്പ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആ സ്ട്രാപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്ത സ്ട്രാപ്പ് നമ്മൾ അന്നേരത്തേക്ക് ഉള്ളിൽ ലൈനിങ് ക്ലോത്തിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുക്കണം ഇതുപോലെ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ അരികിലൂടെ ആ നെക്കിൻ്റെ ആം ഹോളിൻ്റെ എല്ലാം അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്ട്രാപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിന് ശേഷം പ്രഷർ പോട്ട് ഉയർത്തി നമ്മൾ തുണിയൊന്ന് തിരിച്ചു കൊടുത്ത് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ലെവലിൽ സ്റ്റിച്ചിട്ടെടുക്കുക. അങ്ങനെ ഇവിടെ നമ്മൾ ആം ഹോളിൻ്റെ നെക്കിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചിട്ടെടുത്തു. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സൈഡും താഴ്വശമല്ല വേസ്റ്റിൻ്റെ അവിടെയെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി എക്സ്ട്രാ നിൽക്കുന്ന പീസ് മെയിൻ ക്ലോത്തിലെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് അടുത്ത സ്ട്രാപ്പും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ നമ്മൾ മെയിൻ ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട് അടുത്ത പീസിൻ്റെ. അതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ട്രാപ്പ് ഇപ്പം നല്ല വശം വരുന്ന രീതിയിലാണ് വെച്ചത്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് സ്ട്രാപ്പ് കറക്റ്റ് ആ ലെവലിൽ തന്നെ വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്നും
സ്റ്റിച്ച് ചെയ്ത സ്ട്രാപ്പിന്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പൊ ഏറ്റവും മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് ആണ് വന്നേക്കുന്നത്. സ്ട്രാപ്പ് ഇപ്പൊ ഇതുപോലെ വെച്ചു കൊടുത്ത് നല്ല വശത്തേക്ക് വെച്ചു കൊടുത്ത് അതിന്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത് അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെയും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആം ഹോളിന്റെ അവിടെ നിന്നും നെക്കിന്റെ അവിടെയും എല്ലാം ഒന്ന് മെയിൻ ക്ലോത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അരികിലൂടെ ആം ഹോളിന്റെ അരികിന്റെയും നെക്കിന്റെ അരികിലൂടെ എല്ലാം ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ചിട്ടെടുക്കാനായിട്ട്. ലൈനിങ് ക്ലോത്ത് പുറമേൽ കാണരുത്. നമ്മളിവിടെ അരികിലൂടെയാണ് നെക്കിന്റെ ആം ഹോളിന്റെ ഒക്കെ അരികിലൂടെയാണ് സ്റ്റിച്ചിട്ടെടുക്കുന്നത്. ഇനി ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് വേസ്റ്റിന്റെ ഭാഗവും സൈഡ് വശം എല്ലാം ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഞാനിവിടെ മെയിൻ ക്ലോത്ത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് താഴേക്ക് ഫ്രില്ലിടാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ട് തുണി അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് ബോഡി പാർട്ടിനോട് ചേർന്ന് കൊടുക്കുന്നത് ഈ ക്രീം കളറിലെ പീസാണ് കൊടുക്കുന്നത്. കറക്റ്റാക്കി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ക്ലോത്ത് വേണം. അതുകൊണ്ട് കറക്റ്റാക്കി രണ്ടായിട്ട് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാനുള്ള ക്ലോത്ത് ഒന്നും ഇല്ല. ഇത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഫോൾഡ് ചെയ്ത വശം ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസാക്കി എടുക്കുവാണ്. ഇനി നമ്മൾ ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് ഇല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാർഡ് പീസ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് പ്ലീറ്റ്സ് ഇട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ പിങ്ക് കളറാണ് ക്ലോത്ത് എടുത്തേക്ക്. അതിൽ നിന്ന് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് ലെവലിൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ബാലൻസ് ഉള്ള ക്ലോത്ത് നമ്മൾ കറക്റ്റ് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കണമല്ലോ. ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കണം.
അങ്ങനെ 2 ലെയർ ഇവിടെ ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം, സൈഡും ജോയിന്റ് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ സൈഡും ജോയിന്റ് ചെയ്ത് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയണേ.